ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ദേശമംഗലം കളവർകോട് ശ്രീ കാർത്യായനി ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവവും പൊങ്കാല സമർപ്പണവും നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. ദേശമംഗലം കളവർകോട് ശ്രീ കാർത്യായനി ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവവും പൊങ്കാല സമർപ്പണവും നടന്നു. നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു. രാവിലെ 5 മണിക്ക് ക്ഷേത്രനട തുറന്നതോടെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ KPC വിഷ്ണു ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമവും വിശേഷാൽ പൂജയും നവകം, പഞ്ചഗവ്യം, ഉപദേവന്മാർക്ക് കലശപൂജ, ശ്രീഭൂതബലി തുടങ്ങി ചടങ്ങുകൾ നടന്നു. തുടർന്ന് രാവിലെ 9:30 ക്ഷേത്രം മേൽശാന്തി ദാമോദരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പൊങ്കാല കർമ്മത്തിന്റെ അടുപ്പിൽ തീ കത്തിച്ച് പൂജിച്ചു. തുടർന്ന് 100 കണക്കിന് അടുപ്പുകളിലേക്ക് തീ പകരുകയും തുടർന്ന് പൊങ്കാല സമർപ്പണ ചടങ്ങ് നടക്കുകയും ചെയ്തു. അരി തിളച്ചു പൊങ്ങുന്നതോടെ 1 വർഷത്തെ എല്ലാ പാപങ്ങളും കഴുകിക്കളയുമെന്നാണ് ഐതിഹ്യമെന്ന് ക്ഷേത്രം മേൽശാന്തി ദാമോദരൻ തിരുമേനി പറഞ്ഞു. തന്ത്രിമാരുടെ പരിപാടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു. അടുത്തത് പൊങ്കാലയാണ്. അപ്പോൾ പൊങ്കാല എന്തിനു സമർപ്പിക്കുന്ന വെച്ചാൽ നമ്മുടെ കുടുംബത്തിലെ ഐശ്വര്യത്തിനും മംഗല്യഭാഗ്യത്തിനും സന്താന സൗഭാഗ്യത്തിനും വിദ്യാഭ്യാസ പുരോഗതിക്കും വേണ്ടി സമർപ്പിക്കുന്ന ഒരു പൊങ്കാലയാണ്. പൊങ്കാല തളച്ച് തൂവി കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലെ എല്ലാ വിഷമങ്ങളും ദുഃഖങ്ങളും മനസ്സിൽ നിന്ന് തൂവിപ്പോകുമെന്നുള്ളതാണ് വിശ്വാസം. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാ വർഷത്തെയും പോലെ ഇപ്രാവശ്യം നല്ലൊരു അന്നദാനത്തോടു കൂടി ആണ് പരിപാടികൾ നടത്തുന്നത്. അപ്പോൾ പ്രസിഡന്റ് രവിയേട്ടൻ, അതുപോലെ സുരേട്ടൻ, ഇതൊക്കെ കമ്മിറ്റി അംഗങ്ങളാണ്. ക്ഷേത്രം പ്രസിഡന്റ് രവി വടക്കുംപാട്ട്, സെക്രട്ടറി യു അനീഷ്, ട്രഷറർ കെ സുരേഷ് കുമാർ, മറ്റ് ഭാരവാഹികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ഡെസ്ക് CCV.